വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോസൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി ലക്ഷണം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള വീഡിയോസ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് നിങ്ങൾ ടെൻഷൻ ആകുന്നത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നു. ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷൻ അല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തിനാണ് ഞങ്ങൾ ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പല സ്ത്രീകൾക്കും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകുന്നവരുണ്ട്, PCOD-യുടെ സിംറ്റംസ് ഉണ്ടാകുന്നവരുണ്ട്, ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് മറ്റു പല ലക്ഷണങ്ങളും പ്രൊജസ്ട്രോൺ എടുക്കുമ്പോൾ പ്രഗ്നൻസിയുടെ പോലുള്ള ലക്ഷണങ്ങളും ഉണ്ടാകുന്നവരുണ്ട്. ഇവരൊക്കെ ഡേറ്റ് ഒന്ന് നീണ്ടുപോയിട്ട് എവറി മന്ത് PCOD ഉള്ള ഒരാൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റം ഉള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന അതേ ലക്ഷണം തന്നെയായിരിക്കും പ്രഗ്നൻസി സമയത്തും ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻ കേസ് ഡേറ്റ് ഒന്ന് നീണ്ടു പോയി കഴിഞ്ഞാൽ ഇത് PCOD-യുടേത് കൊണ്ടാണ് ഡേറ്റ് നീണ്ടു പോയത് എന്ന് വിചാരിച്ചിട്ട് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യുന്നവരുണ്ട്, എന്തെങ്കിലും ഡ്രിങ്ക്സ് പ്രിപ്പയർ ചെയ്തിട്ട് കുടിക്കുന്നവരുണ്ട്, അതുപോലെ ഓൾറെഡി ഡോക്ടർ എഴുതി കൊടുത്തിട്ടുള്ള മെഡിസിൻസ് പീരിയഡ്സ് വരാത്തത് കൊണ്ട് ടെസ്റ്റ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വരുന്ന എല്ലാ സിംറ്റംസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻസി ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊരു അവയർനെസ് ആണ്. ഡേറ്റ് മിസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊരു അവയർനെസ് ആണ് ഈ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾക്ക് ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ ഒരിക്കലും വീഡിയോസ് കാണാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നിവിടെ ഞാൻ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ കൂടുതലായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഉറക്കക്കുറവിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാം. പല കാര്യങ്ങളുണ്ട്, ഹോർമോൺസ് കൂടുന്നത്, മറ്റു ബോഡിയിൽ ഉണ്ടാകുന്ന ഡിസ്കംഫോർട്ടൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഒരു 12 കാര്യങ്ങളുണ്ട് ഈ ഉറക്കക്കുറവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന യൂറിനേഷൻ. നമുക്ക് പകൽ സമയങ്ങളിൽ ചില ആളുകൾക്ക് തേഴ്സ്റ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും, അതായത് ഭയങ്കരമായിട്ട് ദാഹം അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പ്രഗ്നൻസി ആകുമ്പോൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഈ തേഴ്സ്റ്റി കൂടുതലായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കും. സൂര്യാസ്തമനത്തിന് ശേഷവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ബുദ്ധിമുട്ടുണ്ടാകും. ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ, ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള യൂറിനേഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ഒരു റീസൺ ആണ് ഹാർട്ട് ബേണോ അല്ലെങ്കിൽ ഇൻഡൈജഷനോ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള മസാലയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് നേരം നീണ്ടു നിന്നിട്ട് കുറേ വിശന്ന് കുറേ അലഞ്ഞു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മളുടെ ഇൻഡൈജഷൻ ഉണ്ടാവാനായിട്ടുള്ള റീസൺസ് ആണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് ഡൈജഷൻ ഒന്ന് സ്ലോ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ദഹനം സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് ബേണോ, അത് ഗ്യാസ് ട്രബിളോ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകാം കേട്ടോ. മൂന്നാമത്തെ ഒരു ഫാക്ടറാണ് ലെഗ് ക്രാംസ് വരിക എന്ന് പറയുന്നത്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും കാലിന് ഉപ്പൂറ്റി ഭാഗത്തും കാലിന്റെ പാദത്തിന്റെ ഭാഗത്തും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വേദന ഉണ്ടാകാം. ചില സ്ത്രീകൾക്ക് ലെഗ് പെയിൻ, നമ്മുടെ മുട്ടിന്റെ ഭാഗത്തായിട്ടും വേദന ഉണ്ടാക്കാം. രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും ഈ വേദന ഭയങ്കര ഡീപ്പായിട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു ഡിസ്കംഫർട്ടും നിങ്ങൾക്ക് ഈ ഉറക്കക്കുറവ് ഉണ്ടാകാനായിട്ടുള്ള കാരണമാണ്. അടുത്ത റീസൺ ആണ് ഏർലി ഇംപ്ലാന്റേഷൻ സ്റ്റേജിൽ നമുക്ക് അനുഭവപ്പെടുന്ന നടുവേദനയും അതുപോലെ ജോയിന്റ് പെയിനും കേട്ടോ. അടുത്ത റീസൺ ആണ് നമുക്ക് ഏത് പൊസിഷനിൽ കിടന്നാലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരിക. ഈ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ മുതൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടോ. ഏത് പൊസിഷനിൽ കിടന്നാലും ഒരു സുഖം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്കുണ്ടാകാം. അടുത്ത റീസൺ ആണ് ബ്രീത്ത്. നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാവും, അതായത് ശ്വാസ തടസ്സം അനുഭവപ്പെടുക. നമ്മൾ സ്ഥിരം കിടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷൻ ആയിരിക്കും. ചിലപ്പോൾ കമിഴ്ന്ന് കിടക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും, അങ്ങനെ കിടന്ന് ശീലിച്ച ആളുകളുണ്ടാകും. പക്ഷേ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാളുകൾ ചിലപ്പോൾ കമന്ന് കിടക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. നമ്മുടെ വയറ് നെഞ്ചൊക്കെ നല്ലോണം ഒന്ന് അമരുമ്പോഴേക്കും, അതുപോലെ തന്നെ നമുക്ക് ബ്രീത്ത് എടുക്കുന്ന സമയത്താണ്
പറയില്ല, കൂടുതൽ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് ഇടുന്നുണ്ട് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അതായത് ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം കേട്ടോ. അടുത്ത റീസൺ ആണ് നമുക്ക് മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബ്ലഡ് ഫ്ലോ ടു മ്യൂക്കസ് മെംബ്രെയിൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗർഭിണിയാകുമ്പോൾ എഫക്റ്റ് മൂക്കിൽ വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാ ശരീര അവയവങ്ങളിലോട്ടും ബ്ലഡ് ഫ്ലോ കൂടും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മൂക്കടഞ്ഞതുപോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിസ്കംഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നത് പോലെയോ ഫീൽ ചെയ്യാം കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമ്മുടെ ഹോർമോൺ ഫ്ലക്ച്വേഷൻ, പ്രൊജസ്ട്രോൺ. ഈ പ്രൊജസ്ട്രോൺ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ഉറക്കം വരാത്ത സിറ്റുവേഷൻ ഉണ്ടാകാം. അടുത്ത റീസൺ ആണ് ആൻസൈറ്റിയും സ്ട്രെസ്. നമ്മൾ എന്തെല്ലാമൊക്കെയോ ചിന്തിച്ച് പോകുന്ന സിറ്റുവേഷൻ ഒന്നും അങ്ങനെ ഒന്നും കാര്യമായിട്ട് ഇല്ലതാണ്. പക്ഷെ ഇങ്ങനെ കണക്ട് ചെയ്ത് എന്തൊക്കെയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോകുമ്പോഴേക്കും അത് നമ്മുടെ ഉറക്കം കുറയാനായിട്ടുള്ള കാരണമാണ് കേട്ടോ. അടുത്ത റീസൺ ആണ് വിവിഡ് ഡ്രീംസ്. പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ വല്ല ആനിമൽസിനെ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഭൂതമായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാണുന്നത് നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള അസംഷൻ നമുക്ക് വരിക, ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോസിറ്റീവ് കിട്ടുക, അല്ലെങ്കിൽ ഇൻ കേസ് ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ തിങ്ക് ചെയ്ത് പോവുക. ഓൾറെഡി ഒരു മിസ്കാരേജ് ആയിട്ടുള്ള ആളുകൾക്ക് മിസ്കാരേജ് പിന്നെ ആകുമോ, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടാവുമോ, ഗ്രോത്ത് ഉണ്ടാവുമോ, പിന്നെ നഷ്ടമായി പോവോ, ഡെലിവറിയുടെ പെയിൻ എങ്ങനെയായിരിക്കും, സ്റ്റിച്ച് ഇടേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ആലോചിച്ച് പോകുന്ന സിറ്റുവേഷനിലും ഉറക്കം കുറയാം. നമുക്ക് വിവിഡ് ഡ്രീംസ്, പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണാം കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമ്മൾ ഡേ ടൈമിൽ സ്ലീപ്പ് ചെയ്യുന്നത്. നന്നായിട്ട് പകൽ സമയങ്ങളിൽ തളർച്ചയൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ കിടന്നു പോയി കഴിഞ്ഞാൽ കുറേ നേരമൊക്കെ ഇങ്ങനെ ഐഡിയലായിട്ട് കിടന്നാൽ നമ്മൾ ഉറങ്ങിപ്പോകും. അതിൻ്റെ ഭാഗമായിട്ടും രാത്രി ഉറക്കം കുറയാം കേട്ടോ. ഇനി ഈ രാത്രി സമയത്ത് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് രാത്രി കൊണ്ട് മാത്രം അവസാനിക്കില്ല കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ രാത്രി സമയത്ത്, ഇപ്പോൾ രാത്രിത്തെ ഉറക്കം പകൽ ഉറങ്ങി തീർക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. ആ ഒരു സൈക്കിൾ ഗർഭിണികൾക്ക് പറ്റില്ല. രാത്രി നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്ന സമയത്താണ് ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ് ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മളിൽ സ്ട്രെസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ടാകും, ആൻസൈറ്റി കൂടാനായിട്ട് ചാൻസ് ഉണ്ടാകും, അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി കൂടാം, ഭയങ്കരമായിട്ട് ദാഹം നമുക്ക് അനുഭവപ്പെടാം, എക്സ്ട്രീം ആയിട്ടുള്ള ടയേർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് എപ്പോഴും കഴിവതും രാത്രി സമയങ്ങളിൽ നന്നായിട്ട് ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഉറക്കക്കുറവുള്ളവർ എങ്ങനെയാണത് ഓവർകം ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ കമൻസിൽ വന്നിട്ട്. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ചില ആളുകൾക്കൊക്കെ ബുക്ക് വായിക്കാനൊന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബുക്കായാലും പേപ്പറായാലും വായിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല. ബുക്ക് എടുക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്നവർ, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വായിക്കാനായിട്ട് നോക്കുക. എന്തായാലും നമ്മൾ ഉറങ്ങിപ്പോയിക്കോളും. കുറച്ച് നേരം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ബുക്ക്, ഇൻട്രസ്റ്റ് അല്ല, നമ്മൾ ക്രൈം ത്രില്ലർ പോലുള്ള ബുക്സ് ഒന്നും എടുത്ത് വായിക്കാൻ പാടില്ല കേട്ടോ. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ബുക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉറക്കം വന്നോളൂ കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏറ്റവും നേരത്തെ ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. ശരിക്കും ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരു 6 മണി 7 മണിക്ക് മുമ്പ് എന്തായാലും ഡിന്നർ ഫിനിഷ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മളൊരു 9 മണിക്കൊക്കെ ഉറങ്ങുമ്പോഴേക്കും ഏകദേശം ആ ഫുഡ് ഒരു കുറച്ചെങ്കിലും ഒരു രീതിക്കൊന്ന് ഡൈജഷനൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറഞ്ഞോളും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചില ആളുകളുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഉറങ്ങാൻ പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അസ്വസ്ഥതകൾ ഭയങ്കര കൂടുതലായിരിക്കും, ദഹിക്കാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടാകും. പ്രഗ്നൻ്റ് ആവുന്ന സമയത്തെന്ന് പറയുന്നത് നോർമലി ഉണ്ടാകുന്നതിനേക്കാളും ദഹനം കുറവായിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ഡിസ്കംഫർട്ട് കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പോൾ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ എപ്പോഴും നേരത്തെ ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇടയ്ക്ക് വല്ല വിശന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് വല്ല നട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് സാലഡ്സ് പോലെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ കുടിക്കേണ്ടത് എപ്പോഴും നമ്മളിപ്പോൾ മെജോറിറ്റി 2-3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ച് തീർക്കണം. ഈ വെള്ളം നമ്മൾ സൺസെറ്റിന് മുൻപ് തന്നെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഏകദേശം ആ യൂറിനേഷനൊക്കെ കിടക്കുന്നതിന് മുൻപൊക്കെ ഒന്ന് ഒതുങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ നമുക്ക് പോകുമ്പോഴേക്കും ഒരുപാട് ഡിസ്കംഫേർട്ട് അങ്ങനെ ഉണ്ടാവില്ല. ദെൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിച്ചു കഴിയുമ്പോഴേക്കും വെള്ളം 1 ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് നോക്കാം കേട്ടോ. രാത്രി സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കാതിരിക്കാനായിട്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നതിനും ബോഡിക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പലർക്കും വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാനായിട്ട് പേടിയാണ്. അങ്ങനെയുള്ളവർ ഏകദേശം വൈകുന്നേര സമയങ്ങളിലെങ്കിലും ഒരു 30 മിനിറ്റെങ്കിലും വാക്കിങ്ങിന് പോകാനായിട്ട് നോക്കുക. ഡോക്ടർ ബെഡ് റെസ്റ്റ് പറയാത്ത സിറ്റുവേഷനിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈൽഡ് ആയിട്ടുള്ള വാക്കിങ്ങിന് പോവുക എന്നുള്ളതൊക്കെ കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി പുറത്ത് വാക്കിങ്ങിന് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീടിനകത്തോ വീടിന് പുറത്തോ കംഫർട്ട് ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾ വാക്കിംഗ് ചെയ്യാനായിട്ട് നോക്കുക. ഗ്യാസ് കയറുന്നത് പോലുള്ള
ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് കുറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഉറക്കക്കുറവ് പോലുള്ള പ്രഗ്നൻസി ലക്ഷണം നിങ്ങൾക്ക് ഒട്ടും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് പേര് യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും കൺസീവ് ആകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ് മിസ്സാകുന്നുണ്ടോ എന്ന് നോക്കുക. പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ പീരിയഡ്സ് ആവുന്ന എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ പീരിയഡ്സ് വരുന്നുണ്ട്, ഫ്ലോ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ രക്തം വളരെയധികം കുറച്ചാണ് പോകുന്നതെങ്കിൽ അപ്പോഴും നിങ്ങളൊരു കാർഡ് മേടിച്ചിട്ട് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഈ ഒരു ബുദ്ധിമുട്ട് എപ്പോൾ മുതൽ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് വെരി ഫസ്റ്റ് ടൈം മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാം കേട്ടോ. കാരണം ബോഡിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഏർലി സ്റ്റേജിലെ ചേഞ്ചസ് ആണ്. അപ്പോൾ നമുക്കിത് തുടക്കത്തിൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവപ്പെടാം. പിന്നീട് അങ്ങോട്ടേക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ചേഞ്ചസ് ഒക്കെ ആയിട്ട് അഡാപ്റ്റ് ആയി വരുമ്പോഴേക്കും ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയാം. പിന്നെ എഗെയിൻ നമുക്ക് വരുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോഴാണ് കേട്ടോ. കാരണം അപ്പം നമ്മുടെ സ്ട്രെസ് ഒന്നും കൂടി ഒന്ന് കൂടും, നമ്മുടെ ആലോചനകളും ചിന്തകളും ഒക്കെ കൂടും. ഡെലിവറി എങ്ങനെയായിരിക്കും, നോർമൽ ആയിരിക്കും, പെയിൻഫുൾ ആയിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച് പോകുമ്പോൾ നമുക്ക് ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.